നമസ്കാരം ബ്രൂട്ടസ്. ലോക ചരിത്രത്തിലെ എല്ലാ ചതിയന്മാർക്കും അനുയോജ്യമായ ഒരു പേരാണ് യൂട്യൂബ് ബ്രൂട്ടസ്. ഇന്നത്തെ സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ഞാൻ കപ്പലിൻ്റെ പേരൊന്നും പറയുന്നില്ല. ഏകദേശം കപ്പൽ പുറംകടലിൽ എത്തിയിട്ട് 39 മണിക്കൂർ 46 മിനിറ്റ് കപ്പലിന് പുറംകടലിൽ കാത്തുകിടക്കേണ്ടി വന്നു. ദിവസവും പറയുന്നില്ല, കപ്പലിൻ്റെ പേരും പറയുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും സമയം? ഇവിടെ ഒരു ബെർത്ത് ഒഴിവുണ്ടായിരുന്നു. പോർട്ടിൽ ഒരു ബെർത്ത് ഒഴിവുണ്ടായിരിക്കുമ്പോൾ 39 മണിക്കൂർ 46 മിനിറ്റ് ഒരു കപ്പൽ എന്തുകൊണ്ട് പുറംകടലിൽ കാത്തുകിടന്നു? വലിയ താല്പര്യത്തോടെ ഞാൻ പലരിലും അന്വേഷിച്ചു, എന്താണ് കാര്യം, കപ്പൽ എന്താണ് പ്രവേശിക്കാത്തത്? ആദ്യമൊന്നും ആ വിവരം പുറത്തുവിടാൻ പലരും തയ്യാറായില്ല. നിരന്തരമായ ഒരു അന്വേഷണത്തിൻ്റെ ഒടുവിൽ ഞെട്ടിക്കുന്ന ഒരു വിവരമറിഞ്ഞു. ഒരു വലിയ ചതിക്കഥ ചുരുൾ നിവരുകയാണ്. ആ ചതിക്കഥയുടെ പൂർണ്ണ രൂപത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു വീഡിയോ, അപൂർവമായ ഒരു വീഡിയോ നമുക്ക് കാണാം. വീഡിയോ നമുക്ക് അയച്ചു തന്നത് സെയിലിംഗ് കമന്ററിയുടെ സ്ഥിരം നായകന്മാരിൽ ഒരാൾ, പൈലറ്റ് അക്ഷയ് അശോക് ശ്രീലങ്കയിൽ പോയപ്പോൾ അവിടെ നിന്നും പകർത്തിയ ഒരു 10 സെക്കൻഡിലുള്ള വീഡിയോ. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് തുടരാം. ഈ വീഡിയോ ചിത്രം കാണുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു സാധ്യത, ഇതിൻ്റെ ഒരു ഭാവി എന്തായിരിക്കുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ എത്രത്തോളം ജാഗ്രത പുലർത്തി നമ്മുടെ പോർട്ടിനെ കുറിച്ച്, പോർട്ടിൻ്റെ ഡിസൈനിനെ കുറിച്ച്, പോർട്ടിൻ്റെ രൂപകൽപ്പനയെക്കുറിച്ച് ചിന്തിക്കണം എന്ന് പ്രസംഗിച്ച് നടന്നവരാണ്, പ്രതിരോധങ്ങൾ തീർത്തവരാണ്, ഒരുപാട് വേദികളിൽ ഒച്ചയുണ്ടാക്കിയവരാണ്. ഈ വീഡിയോ 660 ഏക്കർ വരുന്ന കൊളംബോയുടെ പോർട്ട് സിറ്റി, പുതിയ പോർട്ട് സിറ്റിയിൽ നിന്ന് അക്ഷയ് പകർത്തിയതാണ്. അവിടെ കടലായിരുന്ന ആ പ്രദേശം അവർ നികത്തിയെടുത്ത് 660 ഏക്കർ കരയുണ്ടാക്കി. അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ കൊളംബോ തുറമുഖം കാണാം, തുറമുഖത്തിൻ്റെ ക്രെയിനുകൾ കാണാം. അപ്പോൾ ഇത്തിരിയില്ലാത്ത ഒരു ശ്രീലങ്ക മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇത്രയും ഭൂമി, ഇതിൻ്റെ മാപ്പും കൂടി കാണിക്കുന്നുണ്ട്. എവിടെയാണ് പുതിയ പോർട്ട് സിറ്റി, എവിടെയാണ് പോർട്ട് എന്ന് ചിത്രത്തിൽ കാണാൻ, മാപ്പിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കരയില്ലാത്തവർക്ക്, ഭൂമി ഇല്ലാത്തവർക്ക് ഒന്നാന്തരം പാഠമായിട്ട് ശ്രീലങ്കയുടെ ഈ പോർട്ട് സിറ്റി നമ്മളും സ്വീകരിക്കണം, ഈ പാഠം, ഈ അനുഭവം നമ്മളും സ്വീകരിക്കണം എന്നൊരുപാട് വേദികളിൽ സെയിലിംഗ് കമന്ററി അല്ലല്ലോ, അന്ന് വിമാക് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. കാരണം എന്താണ്, ഈ പോർട്ട് വരുന്നത് ഇപ്പോഴും വന്ന അതിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ പോകുന്നത് 1ാം ഘട്ടവും 2ാം ഘട്ടവും 3ാം ഘട്ടവും ഒക്കെ പോകുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനുള്ള ഒരു പഞ്ചായത്തിലോട്ടാണ് പോകുന്നത്. കരിങ്കുളം പഞ്ചായത്ത് എന്ന് പറയും, തിരുവനന്തപുരം ജില്ലയിലെ കരിങ്കുളം പഞ്ചായത്ത് എന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും ഡെൻസിറ്റി കൂടിയ പഞ്ചായത്താണ്. ഇപ്പോഴും അത് തന്നെ ആയിരിക്കാം, മാറ്റം വന്നതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് ലാൻഡ് സൈഡിൽ നമുക്ക് ഭൂമി കിട്ടാൻ മാർഗമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ കടലിൽ തന്നെ ലാൻഡ് കണ്ടെത്തണം. അതിന് ഒരു മാതൃകയായിരുന്നു കൊളംബോ പോർട്ട് സിറ്റി. 660 ഏക്കർ കടലിൽ അവർ നികത്തിയെടുത്തു. നമുക്കും ഇത് ചെയ്യാമായിരുന്നു. നമ്മൾ ചെയ്യാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? 39.46 മണിക്കൂർ ഒരു കപ്പൽ പുറംകടലിൽ കിടന്നു. ഇനിയുള്ള ദിവസങ്ങളിലും കപ്പലുകൾ പുറംകടലിൽ കിടക്കാം. ജൂലിയസ് സീസർ നാടകത്തിലെ യൂട്യൂബ് ബ്രൂട്ടസ് ഒരു ഘട്ടത്തിൽ ഞങ്ങളും അത് നേരിട്ട് അനുഭവിച്ചവരാണ്. ഈ കരാർ സൈൻ ചെയ്യുന്നതിന് മുമ്പ്, ദിവസങ്ങൾക്ക് മുമ്പ്
അല്ലെങ്കിൽ ഒരു പക്ഷേ ആഴ്ചകൾക്ക് മുമ്പ് ഈ കരാറുമായി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തായിരിക്കുമെന്ന് ഞങ്ങൾ പല വേദികളിലും, ചാനൽ ചർച്ചകളിലും, മൈതാന പ്രസംഗങ്ങളിലും, കവലകളിലും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. തുറമുഖം വരണം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ തുറമുഖത്തിൻ്റെ ഭാവി, എത്രത്തോളം വികസന സാധ്യതകൾ, ഇവയെല്ലാം ഞങ്ങൾക്ക് അന്നും ഇന്നും കൺസേൺ ആണ്. സൃഷ്ടിക്കപ്പെടാവുന്ന തൊഴിലവസരങ്ങൾ, ഈ കപ്പൽ ഇപ്പോൾ 39.46 മണിക്കൂർ പുറംകടലിൽ കിടക്കുമെന്ന്, അല്ലെങ്കിൽ ഇതുപോലുള്ള കപ്പലുകൾ പുറംകടലിൽ കിടക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ട് 10 വർഷത്തോളമായി. കാര്യങ്ങൾ കൂടുതൽ പഠിച്ചു വന്നപ്പോഴാണ് ഇതിനെ കൃത്യമായി ധാരണയായത്. കാരണം നമ്മുടെ പോർട്ടിന്റെ ഡിസൈൻ, ഞങ്ങൾ അന്ന് ഉപയോഗിച്ച വാക്ക് അൺപാർലമെന്ററി ആണെങ്കിൽ പോലും ഒരു പൊട്ട ഡിസൈൻ എന്നാണ് ഞങ്ങൾ അന്ന് പ്രസംഗിച്ചു നടന്നത്. നമ്മുടെ തുറമുഖത്തിന്റെ ഡിസൈൻ അന്നും ഇന്നും ഒരു പൊട്ട ഡിസൈനാണ്. അതിപ്പോൾ ദേ അനുഭവിച്ചു. ഈ 39 മണിക്കൂർ പുറംകടലിൽ കിടക്കുമ്പോൾ നമ്മളത് അനുഭവിക്കുകയാണ്. കാരണം എന്താണ്? ബ്രൂട്ടസിന്റെ കഥ കഴിഞ്ഞിട്ട് അത് പറയാം. നിങ്ങൾ ജൂലിയസ് സീസറിന്റെ ഈ കഥ പറയുമ്പോൾ കരാർ ഒപ്പിടുന്ന ദിവസങ്ങളിൽ ശ്രീ VM സുധീരൻ, അന്ന് KPCC പ്രസിഡന്റായിരുന്നു, അദ്ദേഹം ഞങ്ങളെ വിളിച്ചു. വിമാക്കിന്റെ ഭാരവാഹികളെ കാണണമെന്ന് പറഞ്ഞു. എനിക്ക് അദ്ദേഹവുമായി ചെറിയ പരിചയമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സംഘടനയിലെ വേറെ ചിലരും വരുന്നുണ്ട്, സെക്രട്ടറി വരും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകുന്നു. അപ്പോൾ അദ്ദേഹം വിസിൽ എന്ന് പറയുന്ന കമ്പനിയുടെ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെ അദ്ദേഹം KPCC ഓഫീസിൽ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ശരിയാണ് എന്ന് പരിശോധിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഈ പോർട്ടിൻ്റെ ഭാവിയെ സംബന്ധിച്ച്, സൃഷ്ടിക്കപ്പെടാവുന്ന തൊഴിലവസരത്തെ സംബന്ധിച്ച്, ഇതിൻ്റെ വികസന സാധ്യതകളെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായി ചില കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചു. ഇത് പ്ലാൻ മുരടിച്ചു നിൽക്കുന്ന ഒരു പ്ലാനാണ്. നമ്മൾ വിഭാവന ചെയ്യുന്ന തരത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടില്ല. കണ്ടെയ്നറുകളുടെ വരവ്, പോക്ക്, ഇവയ്ക്കെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നെല്ലാം പറയുമ്പോൾ അന്നത്തെ വിസിലിന്റെ മേലധികാരികൾ ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവും, തീർച്ചയായിട്ടും ഇത് കേൾക്കുന്നുണ്ടാവും. ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഞാൻ ഇന്നലെ ചലഞ്ച് ചെയ്ത പോലെ ഇന്നലത്തെ ചലഞ്ച് ഇതുവരെ ആരും ഏറ്റെടുത്തില്ല. ഇതും ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. അവരപ്പോൾ മൊബൈൽ ഫോണിൽ ആർക്കൊക്കെയോ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞത് തുറമുഖവുമായിട്ട് മുന്നോട്ട് പോകണം, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ ഈ കരാറിലെ ഇത്തരം പിഴവുകൾ മാറ്റി വേണം മുന്നോട്ട് പോകാൻ. അങ്ങനെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രീ സുധീരൻ അവരോട്, വിസിൽ പ്രതിനിധികളോട് ആവശ്യപ്പെട്ടത്, ഞങ്ങൾ പറയുന്നതിൻ്റെ മറുപടികൾ രേഖാമൂലം അന്ന് വൈകുന്നേരത്തിനുള്ളിൽ എഴുതി തരണം. പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട കൺസേൺസ്, അതിൻ്റെ മറുപടികൾ നിങ്ങൾ എഴുതി തരണം. അന്ന് വൈകുന്നേരം UDF മീറ്റിംഗ് ഉണ്ട്. UDF ഏകോപന സമിതിയിൽ വെച്ച് ഈ കരാറിനെ സംബന്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് തീരുമാനമെടുക്കാൻ നിങ്ങൾ എഴുതി തരണം. എഴുതി കൊടുത്തോ ഇല്ലയോ എന്ന് അറിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നടന്നു. അപ്പോഴത്തേക്കും വിസിൽ മുതലാളിമാരുടെ മൊബൈൽ ഫോണിൽ നിന്ന് മെസ്സേജ് പോകുന്നു. എന്തായാലും മീറ്റിംഗ് അവ്യക്തതയോടുകൂടി അവസാനിക്കുന്നു. ഒരു തീരുമാനവുമാകുന്നില്ല. അദ്ദേഹത്തിന് ഒരു പിടിയും കിട്ടുന്നില്ല. അദ്ദേഹം മറുപടി ചോദിച്ച് ഇവർ പുറത്തോട്ട് പോകുന്നു. ഞങ്ങളും ഇന്ദിരാഭവന്റെ 2ാം നിലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണില്ലേ, സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു സ്കോർപിയോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സ്കോർപിയോ ആണോ, വലിയ ഒരു 4 വീലർ അടിച്ച് കത്തിച്ച് അതിനകത്തോട്ട് കയറി വരുന്നു. 4-5 പേർ അതിൽ നിന്ന് ചാടിയിറങ്ങുന്നു. ഞങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഒരു മൂലയിലോട്ട് കൊണ്ടുപോവുകയാണ്. ഞങ്ങളെ അടിക്കണം, അപ്പം ഞങ്ങളെ അടിക്കണം, ഞങ്ങളെ കൈകാര്യം ചെയ്യണം. നിങ്ങൾ എന്താണ് ഈ കരാർ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്? അപ്പോൾ ഞാൻ യൂട്യൂബ് ബ്രൂട്ടസ് എന്നാണ് എൻ്റെ മനസ്സിൽ വന്നത്. കാരണം ഈ വന്നതിൽ ബഹുഭൂരിപക്ഷം പേരും അന്ന് വരെ വിഴിഞ്ഞം തുറമുഖം വേണം, വിഴിഞ്ഞം തുറമുഖം സിന്ദാബാദ്, വിഴിഞ്ഞം തുറമുഖം നടപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളോടൊപ്പം പല സമരങ്ങളിൽ പങ്കെടുത്തിയ ആളുകളാണ്, കതറിട്ടവരാണ്. അപ്പോൾ എന്താണ് ബ്രൂട്ടസ് എന്ന് പറയാൻ കാരണം? വിശ്വസ്തനായിരുന്നു. ജൂലിയസ് സീസറിന്റെ വിശ്വസ്തനാണ് ബ്രൂട്ടസ്. അങ്ങനെയുള്ള ബ്രൂട്ടസിനോടാണ് ജൂലിയസ് സീസർ ചോദിച്ചത്. ഇത് ചരിത്രത്തിൽ പിന്നെയുണ്ടല്ലോ. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളാണ് യൂദാസ്. യേശുക്രിസ്തുവും യൂദാസിനോട് ഇതേ സംശയം ചോദിക്കുന്നുണ്ട് ഒറ്റുകൊടുക്കുന്ന സമയത്ത്. ഇവിടെയും ജൂലിയസ് സീസറും ചോദിക്കുന്നത്, യൂട്യൂബ് ബ്രൂട്ടസ്, നിങ്ങൾ എന്നെ വധിക്കുവാൻ, എന്നെ അട്ടിമറി നടത്തുവാൻ നിങ്ങളും കൂടെയുണ്ടോ? വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി സമരം ചെയ്ത ആളുകൾ 4-5 പേർ അന്ന് ഞങ്ങളെ വിചാരണ ചെയ്യുവാൻ, ആക്രമിക്കുവാൻ ഈ വന്ന യൂട്യൂബ് ബ്രൂട്ടസ് ലൈനില് ഇന്ദിരാഭവനിൽ വന്നു. അവരോട് ഞങ്ങൾ പറഞ്ഞത്, നമ്മൾ വിഭാവന ചെയ്യുന്ന തരത്തിൽ ഇവിടെ തുറമുഖം പണിയണ്ടേ?
നമ്മൾ സ്വപ്നം കാണുന്ന തരത്തിൽ നമ്മുടെ മക്കൾക്ക് ജോലി വേണ്ടേ? എല്ലാം നോയായിരുന്നു അവർക്ക് ജോലിയും വേണ്ട, കപ്പലും വേണ്ട, ഒന്നും വേണ്ട. നമ്മളോടൊപ്പം സമരം നയിച്ച ആളുകളാണ്. അവർക്ക് കപ്പലും വേണ്ട, ഒന്നും വേണ്ട, ഈ കരാർ മാത്രം ഒപ്പിട്ടാൽ മതി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നുള്ളത് പിൽക്കാലത്ത് മനസ്സിലായി. അത് ഞാൻ വേറൊരു ഘട്ടത്തിൽ വെളിപ്പെടുത്താം. എന്തായാലും അന്ന് ഞങ്ങൾ KPCC ഓഫീസിൽ വെച്ച് ഉന്നയിച്ച വിഷയം ഇന്ന് 39.46 മണിക്കൂർ ഒരു കപ്പൽ പുറംകടലിൽ കിടക്കുമ്പോൾ ഞങ്ങൾ അത് എത്രമാത്രം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അന്ന് ആ നിലപാട് സ്വീകരിച്ചതെന്ന് ഒന്നുകൂടി ബോധ്യമാകുന്നു. ചിലപ്പോൾ ഈ കഥ പറയുവാൻ പൂർണ്ണമായി മനസ്സിലാക്കാൻ കുറച്ച് കൂടുതൽ സമയം കേൾക്കേണ്ടി വരും. കാരണം അത്രയും വിപുലമാണ് ഇതിൻ്റെ ചരിത്രം. നമ്മൾ എങ്ങനെയാണ്, ഏതൊക്കെ വഴികളിലൂടെയാണ് സഞ്ചരിച്ച് ഇവിടെ വരെ എത്തി എന്നത് ചരിത്രത്തിൽ ഒരു പാഠമാകേണ്ടതാണ്. ഞങ്ങൾ ഈ പറയുന്ന നമ്മുടെ പോർട്ടിൻ്റെ പൊട്ട ഡിസൈനാണെന്ന് പറയാൻ കാരണം സിംഗപ്പൂർ പോർട്ടിൻ്റെ ആ സമയത്ത് തന്നെ തുവാസ് പോർട്ടിൻ്റെ വലുപ്പത്തെക്കുറിച്ച്, അവർ കൈകാര്യം ചെയ്യാൻ പോകുന്ന കണ്ടെയ്നറുകളുടെ എണ്ണത്തെക്കുറിച്ചൊക്കെ ഏകദേശം ചില ധാരണകൾ ഉണ്ടായിരുന്നു. 6.5 കോടി കണ്ടെയ്നറാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. 6.5 കോടി അന്നേ അവർ വിഭാവന ചെയ്യുന്നുണ്ട്. അവർക്ക് 619 സ്ക്വയർ കിലോമീറ്ററാണ് അവരുടെ പോർട്ട് ഏരിയ. 600 ഹെക്ടർ ഉണ്ട് അവരുടെ യാർഡ് മാത്രം. അപ്പോൾ 6.5 കോടി കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യുന്ന തരത്തിൽ ഒരു പോർട്ട് നമ്മുടെ വിസിനിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ ഇതെല്ലാം പഠിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നമ്മുടെ പോർട്ട് വളരെ ചെറിയ പോർട്ടാണ്, ലില്ലിപ്പുട്ട് പോലുള്ളൊരു പോർട്ടാണ്, നമുക്കിത് പോരാ. നമ്മൾ കൊളംബോ പോർട്ട് സിറ്റി പോലെ നമ്മൾ വിഭാവന ചെയ്യണം, പോർട്ടിൻ്റെ ഡിസൈൻ മാറ്റണം, വിപുലമായ രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളെ ആക്രമിക്കാൻ വന്നത്. ഇന്ന് കപ്പൽ പുറംകടലിൽ കിടക്കാൻ കാരണം നമ്മുടെ യാർഡിൽ കണ്ടെയ്നറുകൾ വയ്ക്കാൻ സ്ഥലമില്ല. ഇറക്കി വെച്ചിരിക്കുന്ന കണ്ടെയ്നറുകൾ മറ്റു കപ്പലുകളിൽ കയറ്റിക്കൊണ്ട് പോകാതെ, കപ്പലുകളെ സ്വീകരിക്കാൻ പറ്റാതെ പോർട്ട് ശ്വാസം മുട്ടുകയാണ്. 22,000 കണ്ടെയ്നറുകളോളം ഇപ്പോൾ അവിടെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. 37,000 കണ്ടെയ്നറുകളെ പൂർണ്ണതോതിൽ വയ്ക്കാനുള്ള സാധ്യതയുള്ളൂ. ഏകദേശം 80 ഹെക്ടർ സ്ഥലമാണ് നികത്തിയെടുത്തത് ഉൾപ്പെടെ യാർഡിനും മറ്റു കാര്യങ്ങൾക്കും ഓഫീസിനും എല്ലാമായിട്ടുള്ളത്. അപ്പോൾ ഈ പരിമിതമായ സ്ഥലത്ത് ഇത്തരം വമ്പൻ കപ്പലുകൾ വരുമ്പോൾ കണ്ടെയ്നറുകൾ ഇറക്കി വെക്കാനോ കയറ്റിവിടാനോ പറ്റാതെ കേവലം 4 മാസത്തിനുള്ളിൽ നമ്മുടെ തുറമുഖം ശ്വാസം മുട്ടി തുടങ്ങി എന്നുള്ള വാർത്ത ഒരു ഞെട്ടലോടെയാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിലും 4 മാസത്തിനുള്ളിൽ ഇത് സംഭവിക്കുമെന്ന് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. കാരണം അത്രയധികം കപ്പലുകളാണ് കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ വന്ന മദർ വെസലുകൾ ഇങ്ങനെ നിരനിരയായി വരുന്ന കാഴ്ച കണ്ടുകൊണ്ടിരുന്നു. പക്ഷേ ഓൾ ഓഫ് എ സഡൻ ഇപ്പോൾ ബ്രേക്ക് ഇട്ടതുപോലെ മദർ വെസലുകൾ വരുന്നില്ല. കാരണം എന്താണ്? ഇവിടെ സ്ഥലമില്ല. ആരാണ് പ്രതി? വിശുദ്ധൻ. തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു കരാർ ഒപ്പിട്ട് പോർട്ട് യാഥാർത്ഥ്യമാക്കണം, പോർട്ട് തുടങ്ങണമെന്ന് ബലം പിടിച്ച വിശുദ്ധനാണ് നമ്മളെ നടുക്കടലിൽ കൊണ്ടു തള്ളിയിരിക്കുന്നത്. ഒരു വരി വായിച്ച് ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കാം. ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിൽ യാർഡിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്. These yards serve as crucial nodes in the transportation network, facilitating the efficient handling, storage and transfer of cargo containers. കപ്പലുകൾ വരികയും പോവുകയും ചെയ്യണമെങ്കിൽ, എഫിഷ്യൻ്റായിട്ട് അവയുടെ മൂവ്മെൻറ്റ് മുന്നോട്ട് പോകണമെങ്കിൽ വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ഒരു യാർഡ് സിസ്റ്റം ഉണ്ടാവണം. അപ്പോൾ നിർഭാഗ്യവശാൽ വളരെ പരിമിതമായ അല്പം സ്ഥലത്ത് നിന്നുകൊണ്ട് വേണം നമ്മളുടെ സ്വപ്നങ്ങളെല്ലാം പടുത്തുയർത്തുവാൻ. ഇത് മുൻകൂട്ടി കണ്ടവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് കരയിൽ സ്ഥലമില്ലാത്ത ഒരു പ്രദേശത്ത് ആരംഭിക്കേണ്ടി വന്ന ഒരു പോർട്ട്, അല്ലെങ്കിൽ ആരംഭിക്കേണ്ടി വരുന്ന ഒരു പോർട്ടിൽ കൊളംബോ പോർട്ട് സിറ്റി പോലെ നമ്മളും കടലിൽ നികത്തിയെടുത്ത ഭൂമി കണ്ടെത്തി ഈ പരിമിതികളെ അതിജീവിക്കണം. അങ്ങനെയുള്ള ഡിസൈൻ ആവണം. തുവാ പോർട്ട് പോലെ ഇവിടെ കപ്പലെടുക്കണം, ഇവിടെ കപ്പലെടുക്കണം. ഇങ്ങനെയാണ് തുവാ പോർട്ടിന്റെ ഡിസൈൻ. ഇങ്ങനെ 50 കപ്പൽ ഒരേ സമയം, 100 കപ്പലുകൾ ഒരേ സമയത്ത് നമ്മുടെ ഹാർബറിൽ അടുക്കാൻ പറ്റുന്ന തരത്തിൽ ഡിസൈൻ മാറ്റണം എന്നതുൾപ്പെടെയുള്ള മുന്നറിയിപ്പുകൾ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടപ്പെട്ട സമയത്ത് നൽകിയ ഓർമ്മ ഉൾപ്പെടെ ഈ കപ്പൽ 39.46 മിനിറ്റ് പുറംകടലിൽ കാത്തുകിടന്നപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി.